ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതൊരു PSC എക്സാം ആയിക്കോട്ടെ, അതായത് കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ, CPO, CEO തുടങ്ങി എല്ലാ പരീക്ഷകളിലും 1-2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്ക് ഒറ്റ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ കാണാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. ആദ്യം തന്നെ നമ്മൾ നോക്കാം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനി പദ്ധതി. നമുക്ക് സ്ഥിരമായിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് മൃതസഞ്ജീവനി പദ്ധതി. അപ്പോൾ മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. നമുക്കറിയാം, മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്? ജീവൻ കൊടുക്കുക എന്നല്ലേ അതിന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് തന്നെ കണക്ട് ചെയ്യണം. മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളത് വെച്ച് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഈ മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരംഭിച്ചത് 2012 ഓഗസ്റ്റ് 12-നാണ്. 2012 ഓഗസ്റ്റ് 12-നാണ് മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ചത്. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് ആരാണ്? മോഹൻലാലാണ്. നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട പ്രിയ നടനായിട്ടുള്ള നമ്മുടെ മോഹൻലാലാണ്, ലാലേട്ടനാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പദ്ധതിയിലോട്ട് പോവാം. കേരള പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? നവകേരള മിഷൻ. നിങ്ങളുടെ ഡെയിലി ലൈഫിലും എവിടെയെങ്കിലും വെച്ച് പത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും നവകേരള മിഷൻ. അതായത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേട്ടൊരു പേരായിരിക്കും നവകേരള മിഷൻ. നവകേരള എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ് കേട്ടോ. അപ്പം അതായത് കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? നവകേരള മിഷനാണ്. അപ്പം നവകേരള മിഷൻ എന്നാണ് ആരംഭിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2016 നവംബർ 10-നാണ് നവകേരള മിഷൻ ആരംഭിച്ചത്. ക്ലിയർ ആണ്? ഇനി ഈ നവകേരള മിഷൻ എന്ന് പറഞ്ഞു. ആ നവകേരള മിഷൻ കുറേയധികം പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്. ആ നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ ഏതെല്ലാം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നവകേരള മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതികൾ, ഒന്നാമത്തേത് ലൈഫ് പദ്ധതി. നമ്മൾ കേട്ടിട്ടുണ്ടാവും ലൈഫ് പദ്ധതി എന്താണ്? പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ ഏതെല്ലാമാണ്? ലൈഫ് പദ്ധതി, ഹരിത കേരളം പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ്. നമുക്ക് അതിൻ്റെ ബാക്കിയോട്ടൊന്ന് പോവാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ലൈഫ് മിഷൻ എന്താണ്? കേരള സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. അപ്പോൾ ലൈഫ് മിഷൻ എന്താണ്? കേരള സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പേരാണ് ലൈഫ് മിഷൻ. അടുത്തത് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന്. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് പഠിച്ചു വെക്കണം. അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മണ്ണ് ജല സംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം. പഠിച്ചു വെച്ചോളൂ, 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഹരിത കേരളം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഗ്രീൻ കേരള ഉള്ള അല്ലെ ഇംഗ്ലീഷ് പറയുമ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? മണ്ണ് ജല സംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം എന്നിവയാണ്. അതുപോലെ തന്നെ ഈ ഹരിത കേരള മിഷനിലെ മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ, പച്ചത്തുരുത്ത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നമുക്കറിയാം
ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിജല സംരക്ഷണവും മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷിത കാർഷിക വികസനമാണ്. അതായത് നമുക്ക് എന്താണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഹരിത കേരളം എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോളൂ. ഹരിത കേരളം മിഷനിൽ ഉൾപ്പെട്ട പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? അതായത് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഹരിത കേരള മിഷൻ വഴി രൂപീകരിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഇനി ഞാൻ ഒഴുകട്ടെ, 2 നീരുറവ, 2 നീരുറവ, അതുപോലെ തന്നെ പച്ചത്തുരുത്ത് കേട്ടോ, പച്ചത്തുരുത്ത്. അതുകൂടാതെ തന്നെ ഞാനൊരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞ പദ്ധതി, അതായത് നമ്മുടെ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ കുറച്ചുകൂടെ നവീകരിക്കുക, അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരിക ഉള്ളത് മുൻനിർത്തിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം ഓരോ പഴയ അതായത് ഒരു 10 വർഷം മുമ്പത്തെ സർക്കാർ സ്കൂളുകളല്ല ഇപ്പോഴത്തെ സർക്കാർ സ്കൂളുകൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിപ്പം അവരുടെ ഫുഡിങ്ങിലായിക്കോട്ടെ കാര്യങ്ങളിലായിക്കോട്ടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതി പ്രകാരമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു പോയിൻ്റാണ്, അടുത്തൊരു പദ്ധതിയാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദളം പദ്ധതി കേട്ടോ. ആയുർദളം പദ്ധതി റിപ്പീറ്റായിട്ട് PSC ചോദിക്കുന്നൊരു ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. എയ്ഡ്സ് കേട്ടോ, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആയുർദളം പദ്ധതി. അടുത്തൊരു പദ്ധതി നോക്കാം നമുക്ക്. BPL ബിലോ പോവർട്ടി ലെവലാണ്. BPL കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം പദ്ധതി. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യും. ഇനി പറയുന്ന നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ പദ്ധതികളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ 1-2 മാർക്ക് ഷുവറായിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ പദ്ധതി എന്താണ്? BPL കുടുംബങ്ങളിലെ അതായത് ബിലോ പോവർട്ടി ലെവൽ കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിച്ചു നോക്കാമല്ലോ. അതായത് നമുക്കറിയാം, ഈ പാവപ്പെട്ട കുടുംബങ്ങളിലൊക്കെ കിടപ്പ് രോഗികൾ കാണത്തില്ല. ആ കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക്, അതായത് നോക്കുന്നവരെ ആരായാലും അവർക്ക് ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. മറക്കരുത്, ആശ്വാസ കിരണം പദ്ധതി കേട്ടോ, ആശ്വാസ കിരണം പദ്ധതി. അടുത്തത് നോക്കാം. 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അപ്പം ആശ്വാസകിരണവും അഭയകിരണം പദ്ധതിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഒന്നുകൂടെ പറയാം, ആശ്വാസകിരണം എന്ന് പറഞ്ഞ പദ്ധതി BPL കുടുംബങ്ങളിലെ കിടപ്പ് രോഗികൾ, നോട്ട് ചെയ്തോണേ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അപ്പോൾ അഭയകിരണം പദ്ധതിയിൽ കിടപ്പ് രോഗികളല്ല, ആശ്വാസകിരണം പദ്ധതിയിലാണ് കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം നൽകുന്നത്. ഇവിടെ 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി കേട്ടോ. അടുത്തത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി. ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആശാകിരണം പദ്ധതി കേട്ടോ, ആശാകിരണം പദ്ധതി. അപ്പോൾ കിരണം എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് 3 പദ്ധതികളിലുണ്ട്, 3ഉം തിരിഞ്ഞു പോകല് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. അപ്പോൾ നമുക്കറിയാം, ഇത് പഠിക്കാൻ സിമ്പിൾ ആയിരിക്കുമല്ലോ. എന്താണ്? ആശാ വർക്കർമാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. അതുകൊണ്ട് എന്താണ്? ആശാകിരണം കേട്ടോ, അത് വെച്ച് കണക്ട് ചെയ്തോളാം. ആശാകിരണം സംസ്ഥാനത്തെ, ഒന്നുകൂടെ പറയാം, സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആശാകിരണം പദ്ധതി. അടുത്ത പോയിന്റ്,
കുഷ്ഠരോഗബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനും ബോധവൽക്കരണം നടത്താനുമായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അശ്വമേധം പദ്ധതി സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു പദ്ധതിയാണ്, പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് കുഷ്ഠരോഗബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനും ബോധവൽക്കരണം നടത്താനുമായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അപ്പോൾ എന്താണ് അശ്വമേധം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനും അതുപോലെ തന്നെ ബോധവൽക്കരണം നടത്താനുമായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അപ്പോൾ കുഷ്ഠരോഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ അശ്വമേധമായിട്ട് കണക്ട് ചെയ്തോണം കേട്ടോ. അപ്പം പഠിക്കാൻ എളുപ്പമുണ്ട്. ക്ലിയർ ആണ്. അടുത്തത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം പദ്ധതി കേട്ടോ. അക്ഷയ കേരളം പദ്ധതി പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് ക്ഷയരോഗമാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം പദ്ധതി. അപ്പോൾ ഈ ക്ഷയരോഗത്തിൻ്റെ ക്ഷയ അപ്പം ആ ക്ഷയ വേണ്ട ഇവിടെ വന്നല്ലോ, അക്ഷയയുടെ ക്ഷയമായിട്ട് അങ്ങ് കണക്ട് ചെയ്യുമോ. അപ്പം പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം പഠിച്ചു വെച്ചോളൂ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം പദ്ധതി. ബ്രാൻഡ് അംബാസിഡർ ഒന്ന് അറിഞ്ഞു വെക്കുക, മോഹൻലാലാണ്, നമ്മുടെ നടനായിട്ടുള്ള മോഹൻലാലാണ് അക്ഷയ കേരളം ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയായ അക്ഷയ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. അടുത്തത് എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മൃത്യുഞ്ജയം പദ്ധതിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇവിടെ എലിപ്പനിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചോളൂ. എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മൃത്യുഞ്ജയം. അടുത്തത് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുഭയാത്ര എന്ന് പറഞ്ഞ പദ്ധതിയാണ് ശുഭയാത്ര. നമുക്കറിയാം എന്താണ് നമ്മളെന്താണ് റോഡുകളിൽ ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്നുമില്ലെങ്കിൽ, അതായത് ആക്സിഡൻറ്റും കാര്യങ്ങളും ഒന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ യാത്രകളും എന്താണ് നല്ല ശുഭയാത്രയായിട്ടല്ലേ അവസാനിക്കുന്നത്. കാരണം ഒരു പ്രശ്നമില്ലെങ്കിൽ എന്താണ് നമുക്ക് ശുഭം എന്ന് പറയുന്നത് നല്ലതായിട്ട് അവസാനിക്കുമെന്നല്ലേ ശുഭയാത്ര. അപ്പോൾ ശുഭയാത്രയായിട്ട് നമുക്ക് പോകാൻ സാധിക്കുമല്ലോ. അത് വെച്ച് കണക്ട് ചെയ്തോളൂ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര. കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. പഠിച്ചു വെച്ചോളൂ. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നൊരു പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഥവാ നമ്മുടെ കോളേജുകളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. നമുക്കറിയാം ഒരു കോളേജാണ് ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കോളേജുകളാണ്. അപ്പോൾ കോളേജുകൾ മാക്സിമം ലഹരികളിൽ നിന്ന് വിമുക്തമായി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ആളുകൾ പുറത്തോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലഹരി വിമുക്തമാക്കാൻ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ അത് യുവാക്കളെയാണ് പെട്ടെന്ന് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുന്നത് ലഹരി മാഫിയക്കും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാമ്പസിൽ നിന്ന് ലഹരി വിമുക്തമാക്കുക, ലഹരികളെ ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ക്യാമ്പസ്, ഒരു ക്യാമ്പസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സേഫ് ക്യാമ്പസ് ആവും. ഒരു ക്യാമ്പസിൽ ലഹരി കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സേഫ് ക്യാമ്പസ് ആവും, സമൂഹം നന്നാവും എന്നാണ് കണക്ട് ചെയ്തോളൂ വെച്ചോളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. അടുത്തത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ പദ്ധതി കേട്ടോ. പഠിച്ചു വെച്ചോളൂ. സ്മൈൽ പദ്ധതി പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് സ്മൈൽ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. റോഡ് അപകടങ്ങളിൽ അതായത് ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം റോഡുകളിൽ ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന ആരാണ്? പോലീസുകാരല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന പോലീസുകാർ അടിയന്തര ചികിത്സ നൽകാൻ വേണ്ടിയുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. ഒന്നുകൂടെ പറയാം, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ പദ്ധതി.
ജീവിതശൈലീ രോഗങ്ങളുടെ വ്യാപനം തടയാനായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാൻ വിവിധ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലീപ് പദ്ധതി. നമുക്കറിയാം നമ്മുടെ കാലഘട്ടം പോലല്ല ഇന്നത്തെ കുട്ടികൾ എന്താണ് കൂടുതലും ഒരുപാട് ജീവിതശൈലികളിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയ കുട്ടികൾക്ക്. അതായത് ആഹാരക്രമത്തിലായാലും കാര്യങ്ങൾക്കായാലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് തുടക്കത്തിലെ തന്നെ കണ്ടുപിടിച്ച് ബോധവൽക്കരണമൊക്കെ നടത്താൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ലീപ് പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയാനായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാൻ വിവിധ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലീപ് പദ്ധതി. ക്ലിയറാണ്? അടുത്തത്, കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ മാസമാണോ അതിൻ്റെ അങ്ങേ മാസമാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ് ഒരു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും സ്ട്രെസ്ഫുൾ എന്തെങ്കിലും ടീച്ചർമാരോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ആ കുട്ടികളുടെ ഒരു ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ചിരി പദ്ധതി. കേരള പോലീസിൻ്റെ, അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലും, ചിരിയുണ്ട് സ്മൈൽ പദ്ധതിയുണ്ട്. സ്മൈൽ പദ്ധതി എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ വേണ്ടിയുള്ള കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. ചിരി പദ്ധതി എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. അടുത്തത്, ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ നൽകുന്ന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഈ കാരുണ്യ പദ്ധതി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് കാരുണ്യ പദ്ധതിയിൽ വരുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. അടുത്തത്, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി കേട്ടോ. താലോലം പദ്ധതി. അപ്പോൾ നമുക്കറിയാം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായതുകൊണ്ട് ആ ഒരു താലോലം എന്നുള്ളൊരു അവരെ 18 വയസ്സ് താഴെയുള്ള കുട്ടികളിലൊക്കെ നമുക്കൊരു താലോലിക്കാനൊക്കെ തോന്നില്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്തോണം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ താലോലം പദ്ധതിയിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഏതൊക്കെയാണ്? ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി. അടുത്തത്, കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതം പദ്ധതി. കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യം വന്നിരുന്നു. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയ്ക്കും ഈ സുഹൃതം പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യം വന്നിരുന്നു. സെയിം ചോദ്യം തന്നെയാണ് വന്നത്. അതായത് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുഹൃതം പദ്ധതി. അപ്പം ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ താരമായിട്ടുള്ള മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നത് സുഹൃതം പദ്ധതിയുടെ. അപ്പോൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ സുഹൃതം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ്. ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്നതും ബോധവൽക്കരിക്കുന്ന ഉള്ള പദ്ധതിയാണ് സുഹൃതം പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ സിനിമാ നടനായിട്ടുള്ള മമ്മൂട്ടിയാണ് സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അടുത്തത്, കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി പദ്ധതി. എക്സൈസിൻ്റെ പദ്ധതിയാണ് വിമുക്തി പദ്ധതി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് വിമുക്തി പദ്ധതി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ ക്രിക്കറ്റ് താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് വി ക്യാൻ കേട്ടോ.
അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് വി ക്യാൻ, അതായത് നമുക്ക് കഴിയും എന്നുള്ള പദ്ധതിയാണ്. അതായത് ഈ എന്താണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ആ ഒരു പദ്ധതിയുടെ ഇതായിട്ട് വരുന്നത്. വി ക്യാൻ, നമുക്ക് കഴിയും. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് വി ക്യാൻ പദ്ധതി. അടുത്തത് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി പഠിച്ചു വെച്ചോളൂ. ജീവിതശൈലി രോഗങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളെ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ക്ലിയർ ആണ്. അടുത്ത നമുക്ക് നോക്കാം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ എനിക്ക് തോന്നുന്ന ഒരു 10 പരീക്ഷകളിൽ കൂടുതലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രുതിതരംഗവും ധ്വനി പദ്ധതിയൊക്കെ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നോട്ട് ചെയ്തോണേ, ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം. ക്ലിയർ ആണ്. അടുത്ത നോക്കാം. കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. രണ്ടും കോക്ലിയമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ശ്രുതിതരംഗം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തോണേ, ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി. അപ്പോൾ ധ്വനി പദ്ധതി എന്താണ്? കോക്ലിയ മാറ്റിവെച്ചവർക്ക്, അവിടെ ഒരു കോക്ലിയ മാറ്റിവെച്ചവർക്ക് നോട്ട് ചെയ്തോണേ, അവിടെ ഏജ് ഗ്യാപ്പോ കുട്ടികളോ ഒന്നും പറയുന്നില്ല. കോക്ലിയ മാറ്റിവെച്ചവർക്ക് ധനസഹായം നൽകുക, അതായത് സാമ്പത്തിക നിലവാരത്തിൽ താഴെയുള്ളവർക്കാണ്. കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. ക്ലിയർ ആണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ക്ലിയർ ആണ്. അടുത്തത് 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഈ ഒരു ഹൃദ്യം പദ്ധതിയും ഞാൻ പറഞ്ഞ പോലെ ഒരു 10-20 PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ഒരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇനിയും ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പദ്ധതികളാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 18 വയസ്സിൽ നോട്ട് ചെയ്തോണേ, 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ് ആ പദ്ധതി? ഹൃദ്യം പദ്ധതി. മറക്കരുത്, ഹൃദ്യം പദ്ധതി. ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകുക. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL കുടുംബത്തിലെ ഉൾപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. നമുക്കറിയാം എന്താണ്, ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൈസ ചിലവാകും. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പം എന്താണ്, ഒരുപാട് പൈസയുടെ ചിലവുകളൊക്കെ വരും. അപ്പോൾ അത് BPL കുടുംബത്തിലുള്ളവർക്കൊന്നും താങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ BPL കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക് എന്താണ്, ധനസഹായം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. അത് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാമല്ലോ. അതായത് എന്താണ്, നമ്മളൊരു ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചോ. ആ സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിയും കാര്യങ്ങളും അടിക്കുമ്പോൾ നമ്മൾ എന്താണ്, തൂവാല വെച്ച് മൂക്ക് പൊത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? വായുവിലൂടെ ഡസ്റ്റും കാര്യങ്ങളൊന്നും നമ്മുടെ മൂക്കിലും വായിലും ഒന്നും കയറാതിരിക്കാനല്ലേ. അത് തന്നെ കണക്ട് ചെയ്തോളൂ. അപ്പോൾ എന്താണ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. അടുത്തത്,
കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് കേട്ടോ. മെഡിസപ്പ് പഠിച്ചു വെച്ചോളൂ. നാളെ നിങ്ങൾ സർവീസിൽ കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ മെഡിസപ്പിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് മെഡിസപ്പ് നിങ്ങൾക്കും ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഈ മെഡിസപ്പ് എന്നാണ് ആരംഭിച്ചതെന്നൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2022 ജൂലൈ 1 മെഡിസപ്പ് ആരംഭിച്ചത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് കേട്ടോ. മെഡിസപ്പ് 2022 ജൂലൈ 1 മെഡിസപ്പ് പദ്ധതി ആരംഭിച്ചത്. അടുത്തത്, മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന അയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് വിടാതെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഒരു മിനിറ്റ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്ത് തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പം പിന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്കതോടെ പറയും, സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണടെ സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന അയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് വിടാതെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. അടുത്ത പോയിന്റ് നോക്കാം. കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. പ്രമേഹ രോഗം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഷുഗറാണ് പ്രമേഹ രോഗം. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം മധുരം കഴിക്കുമ്പോഴല്ലേ ഷുഗർ വരുന്നത്. അപ്പം ഷുഗർ എന്തുമായിട്ട്, അതായത് പ്രമേഹം എന്തുമായിട്ട് കണക്ട് ചെയ്ത്, മധുരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതല്ലേ. അപ്പം മധുരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമല്ലേ മിഠായി കൂടുതലും ഇഷ്ടമുള്ളത് ആർക്കാണ്? കുട്ടികൾക്കല്ലേ. മിഠായി കൂടുതലും ഇഷ്ടം ആർക്കാണ്? കുട്ടികൾക്കല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിക്കും മിഠായി പദ്ധതി, ഓർത്തു വെച്ചോളൂ. അടുത്തത്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? സ്നേഹക്കൂട് പദ്ധതി. പഠിച്ചു വെച്ചോളൂ. എന്താണ് മാനസികാരോഗ്യം? അതായത് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ചു വരുന്നവരെയൊക്കെ വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട് കേട്ടോ. നമുക്കറിയാം, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിനൊക്കെ പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് സമൂഹം ഒരു അകറ്റി നിർത്തലാണ് പൊതുവേ പതിവ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു കെയറും ഒരു സപ്പോർട്ടും അവർക്കൊക്കെ ഒരു പുനരധിവാസമൊക്കെ സർക്കാർ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. ഒന്നുകൂടെ പറയാം, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. അടുത്തത്, ജീവിതശൈലി നിയന്ത്രിക്കാനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ ഏതാണ്? കെയർ ഓൺ വീൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുവാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് ആ ക്ലിനിക്കുകളുടെ ഉദ്ദേശം? സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളല്ലേ. അപ്പോൾ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? വീല് വേണ്ടേ? നമ്മൾക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ, വണ്ടികളിൽ നിന്ന് സഞ്ചരിക്കണം, എന്ത് വേണം? വീല് വേണം. അപ്പോൾ വീലിലൂടെ പോയി നമുക്ക് കെയർ തരുവാണ്. അതാണ് കെയർ ഓൺ വീൽസ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ജീവിതശൈലി നിയന്ത്രിക്കാനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ ഏതാണ്? കെയർ ഓൺ വീൽസ് ആണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഏതാണ്? ചെങ്ങാതിയാണ് കേട്ടോ. ചെങ്ങാതിയാണ്. നമുക്കറിയാം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ചെങ്ങാതിമാരായിട്ടല്ലേ കാണുന്നത്. അതിഥി തൊഴിലാളികൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിഥി തൊഴിലാളി നമ്മുടെ അതിഥികളാണ്. അതിഥികൾക്കുള്ളൊരു മറ്റൊരു പേരല്ലേ ചെങ്ങാതി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോളൂ. നമ്മുടെ ചെങ്ങാതികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചെങ്ങാതി. പഠിച്ചു വെച്ചോളൂ. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ചെങ്ങാതി. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകാനുള്ള സർക്കാർ പദ്ധതിയാണ് കനിവ് കേട്ടോ. കനിവ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ആർക്കൊക്കെയാണ്? വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം,
മരുന്ന്, പരിചരണം എന്നിവ നൽകാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് കനിവ് പദ്ധതി. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം കേട്ടോ. ഒപ്പം അതായത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, കുട്ടികൾക്കൊക്കെ ഒപ്പമായിട്ട് എന്നുള്ളൊരു ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ഒപ്പം പദ്ധതി. ഒപ്പം. അടുത്തത് ഓട്ടിസം, സെറിബ്രൽ പാഴ്സി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതി. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് നിരാമയ പദ്ധതി. പഠിച്ചു വെച്ചോളൂ. അപ്പം നിരാമയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓട്ടിസം, സെറിബ്രൽ പാഴ്സി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ പദ്ധതി. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, നിരാമയ പദ്ധതി പ്രകാരം എത്ര ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ആയിട്ട് നൽകുന്നത്, എത്ര രൂപയാണ് ഇൻഷുറൻസ് ആയിട്ട് നൽകുന്നതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര രൂപയാണ്? 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അടുത്തത്, അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അപ്പോൾ എന്താണ്? അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര. പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്നേഹധാര പദ്ധതി എന്താണ്? വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. അടുത്തത്, ബാലഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങളുടെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം പദ്ധതി. പഠിച്ചു വെച്ചോളൂ. ബാലഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങളുമായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. അടുത്തത്, സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. അപ്പോൾ എന്താണ് ശലഭം പദ്ധതി എന്ന് പറഞ്ഞാൽ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ എന്താണ് പ്രസവിക്കുന്ന കുട്ടികളില്ലേ, ആ പ്രസവിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നൽകുന്ന സമഗ്ര പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കുന്ന ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി. നമുക്കറിയാം, ഈ കൊച്ചുകുട്ടികളെ നമ്മൾ എന്താണ് പറയുന്നത്, ശലഭങ്ങളുമായിട്ടല്ലേ കാണുന്നത്. അവർക്ക് കൂടുതൽ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സുകളായിക്കോട്ടെ, കളിപ്പാട്ടങ്ങളായിക്കോട്ടെ, അതെല്ലാം ബട്ടർഫ്ലൈസ് രൂപകൽപ്പന ചെയ്യുന്ന കളിപ്പാട്ടങ്ങളല്ലേ. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം. ശലഭങ്ങൾ എന്നാണ് നമ്മൾ കൊച്ചുകുട്ടികളെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനകൾക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നൊരു പദ്ധതി കൂടിയാണ്. പഠിച്ചു വെച്ചോളൂ. സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അടുത്തത്, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. അപ്പോൾ എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹചാരി. ഒന്നുകൂടെ പറയാം. സഹചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളിലെ NCC NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹചാരി പദ്ധതി. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മഴവിൽ പദ്ധതി കേട്ടോ. അപ്പോൾ ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മഴവിൽ പദ്ധതി.
അടുത്തത് ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. അടുത്തത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം പദ്ധതി. അപ്പോൾ എന്താണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം പദ്ധതി. അടുത്തത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമന്വയ പദ്ധതി. അപ്പോൾ എന്താണ് സമന്വയ പദ്ധതി? പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമന്വയ പദ്ധതി. ഇനി നമ്മൾ അവസാനത്തെ ഒരു പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ കൃത്രിമ ദന്തം വെച്ച് കൊടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നൊരു പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വെച്ചു കൊടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ഈ മന്ദഹാസം പദ്ധതി ഇത് 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അതുകൂടെ അറിഞ്ഞിരിക്കണം, 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. പരമാവധി 5000 രൂപ വരെയാണ് ഈ ഒരു മന്ദഹാസം പദ്ധതിയുടെ ധനസഹായമായിട്ട് കൊടുക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 10000 രൂപ വരെ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു മന്ദഹാസം പദ്ധതി പ്രകാരം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. കേരളത്തിലെ ഒട്ടുമിക്ക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളതും എല്ലാ കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ഇന്നത്തെ ക്ലാസ്. അപ്പം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്താണ് ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം നിങ്ങൾ എന്താണ് മാക്സിമം നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. വീഡിയോ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിലൊന്ന് ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്ത് തരുന്നത് നിങ്ങൾ ചെയ്തു തരുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും ഹൈപ്പ് ചെയ്ത് തരുവാണെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ പോകും. അപ്പോൾ നിങ്ങൾ നമുക്ക് വരുന്നൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പം ക്ലാസ് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. മാക്സിമം ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ്, അഭിപ്രായങ്ങൾ കമൻറ്റ്, ഹൈപ്പ്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.